അതൊരു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കും അറിയാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ കണ്ടത്. 10 കൊല്ലം നമ്മുടെ ജനങ്ങൾ ശരിക്കൊരു പൊളിറ്റിക്കൽ സ്ലേവറി എന്ന് പറയും, അങ്ങനെ ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു വികസനം തന്നു അല്ല, അങ്ങനെ മാത്രമല്ല, എപ്പോഴും നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടിമ മനോഭാവം വോട്ട് ചെയ്തവരോട് നമ്മൾ കാണിക്കരുത്. അതിൻ്റെ മറുപടിയാണ് വിജയം ഞാൻ മികച്ച വിജയമാണ് പാലക്കാട് എന്ന് മാത്രമല്ല, മികച്ച വിജയമാണ് കേരളത്തിൽ എന്ന് തിരുത്താൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ജനങ്ങളെ നമ്മൾ മാനിക്കണം, ജനങ്ങളെ ഏറ്റവും മുന്നിലുള്ളവരായി കാണണം. അവരാണ് നമുക്ക് അധികാരം തരുന്നതെന്നും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യവും എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. വലിയ സന്തോഷം. പാലക്കാടുള്ള ഓരോ ജനങ്ങളോടും എന്നെ ഈ ഒരു ദൗത്യം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമ്പോൾ ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ച നേതൃത്വത്തിനും പിന്നെ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ ഒപ്പം പ്രവർത്തിച്ച കുറേയധികം ദിവസം ഒപ്പം ഊണുമുറക്കവും ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച പ്രവർത്തകർ, പിന്നെ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും എല്ലാം പിന്തുണച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള അഹേതവുമായ നന്ദി പറയാനും കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഹൃദയംഗമമായ നന്ദി. ചെറിയ വിജയമല്ലേ പാലക്കാട് വന്ന് ഇറങ്ങിയപ്പോൾ VK ശ്രീധരൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു 5 അക്ക ഭൂരിപക്ഷത്തിന് വിജയം തന്നെയാണ്. അതെ, പ്രതീക്ഷിച്ചതാണ്. ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. വന്ന് ഇറങ്ങും പറയാം എത്ര കിട്ടും എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു. അതുപോലെ അത് ശരിയായല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാൽ അതെ, ഞാനത് അടുത്ത തെരഞ്ഞെടുപ്പിന് പറയും എത്ര വോട്ടിന് ജയിക്കുന്നു പറയും. നേരത്തെ മനസ്സറിഞ്ഞ് അങ്ങനെ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ കഴിയും. അതെ, ഞാൻ ആദ്യം പറഞ്ഞ അതാ, ജനമനസ്സറിയുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളെ വലിയവരായി തന്നെ കാണണം, അവരെ ബഹുമാനിക്കണം, അവരാണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നുള്ള ബോധ്യം ഓരോ നിമിഷവും ഓരോരുത്തരും ഓരോ പൊതുപ്രവർത്തകനും മനസ്സിൽ ഓർക്കണം എന്ന് വിളിച്ചു പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ്. തോൽപ്പിക്കാൻ പല ശ്രമങ്ങളുണ്ടായിരുന്നു, വഴിയിൽ തടയുന്ന ഒരു പരിപാടി വരെ ഉണ്ടായിരുന്നു, അതെല്ലാം മറികടന്നുള്ള വിജയം. അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ടോ? ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്തരം ചെയ്തികൾക്കെല്ലാം ഉള്ളൊരു ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഇനി ഞാനത് എടുത്തു പറഞ്ഞുകൊണ്ടൊരു മറുപടി അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറയേണ്ടതായിട്ടില്ല എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം ജനാധിപത്യ മൂല്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ആഘോഷമോ അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 തവണയും പാലക്കാടിനെ കോൺഗ്രസിന് MLA ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു വികസനങ്ങൾ കൊണ്ടുവരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു പാലക്കാട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്നതിന് വളരെ പ്രതിജ്ഞാബദ്ധമായി വളരെ ശ്രദ്ധയോടെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓടിയോ You are winner sounding
victory. What do you say? Very much happy for the results, and always I'm saying in a democratic country we don't agree monarchy. That was what happening in this state for the last 10 years, and the results is against it. I'm very much happy, and thank you for all the people here in Palakkad. ഒന്ന് മലയാളം കൂടി ഒന്ന് പറയൂ. ജനങ്ങൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ചേച്ചി ഒരു മിനിറ്റ്, അവിടെ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സാറ് വന്നാലേ ഓഫീസേഴ്സിനടക്കം വെളിയിൽ പോകാൻ പറ്റുള്ളൂ. ഹലോ, എല്ലാത്തിന്റെ പേരിലാണ് അവിടെ പ്രവർത്തകന്മാര് ആളാണ് എവിടുന്നാ വരുന്നത്? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. രാത്രി വരും. നമസ്കാരം. ഓക്കെ, 10,000-ലധികം ഭൂരിപക്ഷം പറഞ്ഞത് ഒന്ന് പ്രത്യേകം പറയണേ. സ്റ്റാഫുകളുടെ ഫോണിനൊക്കെ പേര് കൊടുത്തതാ. ഞങ്ങളൊക്കെ നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഞങ്ങളുടെ പാസ്സുകാരനൊക്കെ സ്റ്റാഫ് കൊടുക്കാനാണ്. വരെ ആ വിളിച്ചു തന്നോളൂ. വന്നോളൂ വന്നോളൂ. ഹലോ എടോ. സാർ
നേരത്തെ കിട്ടിയില്ല, തന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, പറ. അടുത്ത ബൈക്ക് നന്ദി. നന്ദിയല്ല ഈ സമയത്ത് നമ്മളെല്ലാം പറയേണ്ടത്. നമ്മൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കല്ലേ. അപ്പോൾ അതൊരു വിശ്വാസമാണ്. അവർ കാണിച്ച ട്രസ്റ്റിന് ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നും വലിയ നന്ദി ഞാൻ പാലക്കാടുള്ള ഓരോരുത്തരോടും പറയുന്നു. അവരെന്ത് ഉദ്ദേശങ്ങളിലാണോ എന്നെ ചെയ്യിപ്പിക്കുന്നത് അതെല്ലാം എന്നാലാവുന്നതും ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കും നമ്മുടെ പാലക്കാടുകാരോട് ഈ അവസരത്തിൽ പറയുന്നു.